നമസ്കാരം, ഏവർക്കും സുസ്വാഗതം. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയൂലേ? ഓക്കെ, ഇത് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ. അതെ, ഞങ്ങൾ വലിയ പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ഗോട്ട് കാണാൻ പോയതിന്റെ വിശേഷമായിരിക്കണോന്ന് നമ്മുടെ തലപതിയായ വിജയണ്ണന്റെ ഗോട്ട് കാണാൻ പോയതിന്റെ വിശേഷമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് സെപ്റ്റംബർ 5. അതെ, അല്ലാതെ വേറെ ജോലി തിരക്കും കാര്യങ്ങളൊന്നും കൊണ്ടല്ല, തികച്ചും ഇതാണ് ന്യായം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സിനിമയിലേക്ക് കടക്കാം. വലിയ വിജയ് ഫാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഗോകുൽ MH വലിയ ഫാനാണ്. കുറെ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു വരും. പക്ഷെ കൂടുതലും ഞാനും ആന്റണിയും പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ ചേർന്ന് അതെ. അപ്പോ ഗോട്ട് റിവ്യൂയിലേക്ക് ഞങ്ങൾ രാവിലെ 7:45 തന്നെ പോയി. ഞങ്ങൾ 3 പേരൊപ്പം 4ാമത് ഒരാളും കൂടി ഉണ്ടായി, എബിച്ചേട്ടൻ. പക്ഷെ എബിച്ചേട്ടന് ചില സാങ്കേതിക തകരാറുകൾ മൂലം ഉറങ്ങിപ്പോയി. പക്ഷെ ഉറങ്ങിപ്പോയെങ്കിൽ അത് വളരെ നന്നായി എന്ന് വേണം പറയാനായി. പല കാര്യങ്ങളും ഞങ്ങൾക്ക് സെൻസ് ചെയ്യാൻ. അതെ, അതൊന്ന്. പിന്നെ പറഞ്ഞ പോലെ സിനിമയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് വിജയിനെ പറ്റി പറയാം. ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ വളരെ സ്ക്രീൻ പ്രസൻസും ആ ഒരു ഗൂസ് ബംസ് തരുന്ന ലെവലായാലും മാസമായാലും ഒക്കെ നിൽക്കുന്ന ഒരു ആക്ടറാണ് വിജയ് എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്യുവർ സ്റ്റാർഡം ആണ് പുള്ളിക്കാരൻ. എത്ര സിനിമ ഇങ്ങനെ ഫ്ലോപ്പ് ആയാലും, മിക്സ്ഡ് റിവ്യൂ കിട്ടിയാലും, നെഗറ്റീവ് റിവ്യൂ കിട്ടിയാലും, ഫസ്റ്റ് ഡേ തന്നെ ആ ഒരു കളക്ഷൻ റെക്കോർഡുകളെ ഭേദിച്ച് ഫിലിം ഇൻഡസ്ട്രിയുടെ മാർക്കറ്റിൽ ഓരോ പടങ്ങൾ ഇറക്കുന്നു. അത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇത് എന്ന് പറയുന്നത്, ലൈക്ക് ഇപ്പൊ എന്റെ വീട്ടിലായാലും എൻ്റെ അപ്പൻ വിജയിന്റെ സിനിമ, തമിഴ് സിനിമ അധികം കാണുന്നില്ലെങ്കിൽ വിജയിന്റെ സിനിമയിൽ നിന്ന് കാണും. സിനിമയിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നമുക്ക് ഇത് പറഞ്ഞ പോലെ തന്നെ സാധാരണ വിജയ് സിനിമകളിൽ കിട്ടുന്ന ആ ഒരു ഗൂസ്ബമും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വളരെ കുറവായിരുന്നു. ഫാൻ വരെ സമ്മതിക്കുന്ന കാര്യമാണ്. ചില സീൻസിൽ മാത്രം അത് വന്നെന്നുള്ളൂ. ക്ലൈമാക്സ് ആയാലും ഇതൊക്കെ ചില പോർഷൻസിലൊക്കെ വന്നു, ചില ഡയലോഗ്സ് ഒക്കെ വന്നെങ്കിലും അത് വന്നു. ബാക്കി വേറെ ഒന്നും അത്ര എൻഗേജിങ് ആക്കിയില്ല എന്ന് പറയുന്നത്. ഇത് വെങ്കട് പ്രഭുവിന്റെ സിനിമകളായാലും മങ്കാത്തയുടെ റെഫറൻസ് ഒക്കെ കുറെ ഉണ്ട്. സിനിമയുടെ മാത്രം അല്ലാത്ത റെഫറൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും സിനിമ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നില്ല. പ്രധാന കാരണം എന്ന് പറയുന്നത് മ്യൂസിക് വളരെയധികം ലോ ആയിരുന്നു. കാരണം വിജയ് സിനിമകളിലെ ഏറ്റവും നമ്മൾ മാസ് പീക്ക് ലെവലിൽ എത്തിക്കുന്നത് വിജയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും അതിലുള്ള ഐറ്റം ഡാൻസ് അങ്ങനെയുള്ള പല സോങ്സുകളുമാണ്. അതിലേക്ക് വരാം. അപ്പൊ അതിന് മുമ്പ് BGM പറയുവാണെങ്കിൽ BGM അതാണ് അത്രയും ലെവൽ അപ് ടു എക്സ്പെക്ടേഷൻസ് ആയില്ല. സീൻസ് എലവേറ്റ് ചെയ്യാനോ സീൻസിന്റെ ഒരു ഇത് കൂട്ടാനും ഇമ്പാക്ട് കൂട്ടാനൊന്നും BGMസിന് അത്ര പറ്റിയില്ല. പിന്നെ പ്രധാനമായിട്ട് പറയുന്നതാണ് സോങ് പ്ലേസ്മെന്റ്. വളരെ തോൽവിയായിരുന്നു സത്യം പറയാം. വളരെ ഒരു സോങ് എടുത്തു വെച്ച് എന്നാ പിന്നെ അത് ചെയ്യാമെന്ന രീതിയിൽ ആഡ് ചെയ്ത പോലെയാണ്. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം സോങ് ഒക്കെ പിന്നെയും ശോകമായിരുന്നു. പക്ഷെ ഡാൻസ് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിക്ക് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിജയാനന്ദ ഡാൻസിനെ പറ്റിയല്ല പറയുന്ന ആദ്യം ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അതെ അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു വരുവാണെങ്കിൽ പിന്നെ സ്റ്റണ്ടുകള് ചിലതൊക്കെ സൂപ്പറായിരുന്നു. ഈ ടെക്നോളജിയുടെ യൂസ്മെന്റ്, VFX, AI കാര്യങ്ങളൊക്കെ അതിന്റെ ആവശ്യം അത് എടുക്കുന്നതല്ലാണ്. പക്ഷെ എടുക്കുന്നതിലും ഒരു പരിധിയുണ്ട്. അതും ഒരു പക്കയായിട്ട് എടുത്ത് വെക്കുമ്പോ ഓക്കെ കാണുമ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മിഷൻ ഇമ്പോസിബിൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ആ ഒരു രീതി അവരൊക്കെ എടുക്കുന്നുണ്ടോന്ന് വെച്ചാൽ അവർ എടുക്കുന്നുണ്ട്. പക്ഷെ അത് അതിന്റേതായ ഒരു ലെവലിലേക്ക് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അതെ, അതും പിന്നെ ഇന്ത്യൻ സിനിമയും ഹോളിവുഡും തമ്മിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എത്ര വളർന്ന കഴിച്ച് നമുക്ക് അത് വലിയ സിനിമകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓഡിയൻസും അതുപോലെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇത്രയും കിട്ടിയത് കൊണ്ട് മതിയാവില്ല. അത്രയും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കുമ്പോ ഞങ്ങൾക്കത് വേണം. പക്ഷെ ഇവിടെ കിട്ടിയില്ല. അതെ, ഞങ്ങൾ 150 കൊടുത്ത് കാണുന്നതാ, ഞങ്ങൾക്കത് വേണം. ഇന്ന് 190 ആയിരുന്നു. ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ തിയേറ്ററുകളും നല്ല രീതിക്ക് ആളുകളുടെ അതുകൊണ്ട് ചില ടെക്നോളജിതൊക്കെ ഇത്ര ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ചില സീൻസ്. പിന്നെ ചില സീൻസ് പക്ഷെ 3 മണിക്കൂർ നല്ലോണം എൻജോയ് ചെയ്തു. അത് ഒന്നും ഉണ്ടായില്ല. പക്ഷെ ചിലതൊക്കെ കളിയാക്കി വരെ ചിരിക്കാൻ തോന്നിപ്പോയി. ചില കമന്റിലേക്ക് ഞാൻ തന്നെ പറഞ്ഞു. പക്ഷെ പ്രധാന കാരണക്കാരൻ VFX തന്നെയാണ്. അതെ, പിന്നെ ചില പോർഷൻസ് ഒക്കെ എണീറ്റ് നിന്ന് കൈയടിക്കാന്നുള്ള ഫീൽ വരെ കിട്ടിയ ചില പോർഷൻസ് ഒക്കെ ഉണ്ട്. സോ ഞങ്ങൾ അവധി വരുന്നൊക്കെ ഒന്നും പറയുന്നില്ല. സീൻസിനെ പറ്റിയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ്
കുറ്റം നല്ലപോലെ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ വിജയ് ഫാനാണ് അല്ലെങ്കിൽ നിങ്ങൾ സിനിമ ഒരു ആരാധകനാണെങ്കിൽ മിസ്സാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, തിയേറ്ററിൽ പോയി വിജയ് സിനിമകൾ എപ്പോഴും നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും. എല്ലാത്തിലും ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഈ സിനിമ. അതെ, ഇരുത്തടിക്ക് അണ്ണന്റെ വെറുത്തനമാണെന്നും പറയുന്നത് ബാക്കി പലതും ചിലര് പറഞ്ഞതൊക്കെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ പോകാം. നിങ്ങൾക്ക് സിനിമ കാണാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ പോയി കാണുക, അത്രേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ വന്ന് പറയുവാണ്. പടം ബോംബാണ്, മിസൈലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. തലപതി അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ വന്ന് പറഞ്ഞത് എന്ന രീതിയിൽ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ മലയാള ആക്ടേഴ്സ് ജയറാമേട്ടനൊക്കെ ഉണ്ട്, പിന്നെ അജ്മലൊക്കെ ഉണ്ട്. അവരൊക്കെ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ സ്ക്രീൻ പ്ലേയുടെ ഒരു ഇതുണ്ടായി. കാരണം ആ ഒരു കഥ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കഥ കുറച്ചും കൂടി, കാരണം ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഈ ടൈറ്റിൽ തന്നെ ഒട്ടും ഒട്ടും യോജിക്കുന്നില്ല സത്യം പറഞ്ഞ. കാരണം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ചിലർക്ക് വിശേഷപ്പെട്ട് നൽകുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ ഈ സിനിമയിലെ ചിലർക്ക് അത് കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഈ കഥയ്ക്കും ഈ സിനിമയ്ക്കും യാതൊരു ബന്ധവുമില്ല. സോ എനിക്ക് തോന്നുന്നു ഇത് വെറുതെ ഇട്ട് വെച്ചാന്ന് തോന്നുന്നു. എന്തെങ്കിലും പേരിടണമല്ലോ പടത്തിന്. ഒരാളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പടത്തിന് ആ പേരിട്ടതുകൊണ്ട് കാര്യമില്ല. കുറച്ചും കൂടി ഒന്ന് പിന്നെ എൻജോയ് ചെയ്ത പ്രത്യേക കാര്യങ്ങൾ പറയുവാണെങ്കിൽ ടൈറ്റിൽ കാർഡ് ലിയോക്ക് ശേഷം കണ്ടു വെച്ച് ഏറ്റവും നല്ല ടൈറ്റിൽ കാർഡ് ലിയോക്ക് ശേഷം അറിഞ്ഞില്ലടാ. കാര്യം. പക്ഷെ അത് ഇല്ല, അതാണ്. പിന്നെ ലിയോ കഴിഞ്ഞ് വന്നില്ല. അപ്പൊ ലിയോ കഴിഞ്ഞ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വേറെ കമ്പയർ ചെയ്യാനില്ലല്ലോ. അവൻ ഉദ്ദേശിച്ചത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ലിയോ ആണ്. ആ ലിയോ കഴിഞ്ഞ ഇതാണ്. പക്ഷെ ഈ ടൈറ്റിൽ കാർഡ് സെറ്റ് ആണ്, കാരണം ട്രെയിലറിൽ തന്നെ കാണുന്നുണ്ടല്ലോ. സോ ആ ചെയ്തേക്കുന്ന അത് കളക്കണം. പിന്നെ അതേ BGM തന്നെ നമുക്കിതിൽ കേൾക്കാം. അതെ, അത് കേൾക്കാം. പിന്നുള്ളത് നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞ ഏറ്റവും അവസാനം നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കും. അത് നല്ല രസമാണ്. ബ്ലൂപ്പേഴ്സ് അതില് വിജയ് ഇങ്ങനെ ഒരിച്ചാടിക്ക് കളിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. വേണമെങ്കിൽ അതൊരു 1.5 മണിക്കൂർ കേട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സിമ്പിളാണ്. പക്ഷെ കൊള്ളാം. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഗോട്ട് അനുഭവം, ഗോട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട്. ഇനിയും ഇതുപോലുള്ള എക്സ്പീരിയൻസും മറ്റു വിശേഷങ്ങളൊക്കെ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ. അതെ, പക്ഷെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അതെ, നിങ്ങളോട് ഞങ്ങൾ ഒരിക്കലും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ പറയല്ല. അതൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതാണ്. പിന്നെ ഇത് ഗൂഗിൾ MH ഞങ്ങളുടെ കൂട്ടത്തിൽ എക്സ്പ്രഷൻ കിങ് ആണ്. കുറച്ച് എക്സ്പ്രഷൻ ഫാനാണ്. പിന്നെ ആന്റണി ജോസ്, അങ്ങനെ കുറെ പേരുണ്ട്. ഇവരെല്ലാവരും വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഈ ചാനൽ കയറി നോക്കിയാൽ മതി. പല വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ കയറിയാൽ നോക്കിയാൽ മതി. ആന്റണി ജോസ് ഒരു ഇന്റീരിയർ ഡിസൈനർ ആണ്. അപ്പോ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ വല്ല വർക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴത്ത് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ വാട്സ്ആപ്പ് എനിക്ക് ചെയ്താൽ ഞാൻ ഇവനായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത വിശേഷമായിട്ട് അതോ ഒരു സിഗ്നേച്ചർ സാധനം വേണം ലാസ്റ്റ് എന്തെങ്കിലും. പെൺകുട്ടികൾ മാത്രം വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.